നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഞാറ് നടാനുള്ള കണ്ടം റെഡിയാണ്, ഒക്കെ റെഡിയാണ്, നടാനുള്ള ആൾക്കാർ റെഡിയാണ്. കണ്ടപ്പോൾ അങ്ങനെ തന്നെ വിചാരിച്ചില്ലേ, നമ്മുടെ ആറങ്ങോട്ടുകര ചെറുതുരുത്തി റോഡിൻ്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇത്. കഴിഞ്ഞ ആഴ്ച എടുത്ത വീഡിയോ ആണ്. എല്ലാവരും ഭയങ്കര കഷ്ടത്തിലാണ്. ഈ വഴി പോയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഉലകം ചുറ്റിയിട്ട് വേണം അവിടെ ചെറുതുരുത്തി എത്താൻ. നല്ല ചുറ്റിക്കറങ്ങിയിട്ട് വേണം അവിടെ എത്താൻ. ഒരുപാട് ദൂരമുണ്ട്, നല്ല ദൂരം കൂടുതലാണ്. കഴിഞ്ഞ ദിവസം 2-3 പ്രാവശ്യം ഞാൻ ഇത് കൂടെ പോയതാണ്. പിന്നെ അപ്പുറത്ത് കനാൽ റോഡുണ്ട്. കനാൽ റോഡും കൂടെ പോവുകയാണെങ്കിൽ നല്ല ശ്രമം വേണം. കുണ്ടും കുഴിയും പറഞ്ഞാൽ റോഡ് കാണുന്നില്ല, ടാറ് കാണാത്തൊരു റോഡാണ് കൂടെ ഉള്ളത്. ഇതെങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ റോഡ് കിടക്കുന്നത്. ഒരാൾ പൊക്കത്തിൽ മണ്ണെടുത്തിട്ട് അത് ചെളിയാക്കിയിട്ട് നല്ല രീതിയിലാണ് വർക്ക് നടക്കുന്നത്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ റോഡും നമ്മുടെ പട്ടാമ്പി റോഡും, അതായത് പാലക്കാട് നിന്ന് ഗുരുവായൂർ പോകുന്ന 2 മെയിൻ റോഡുകളും അടച്ചിട്ടിട്ടാണ് പണി നടന്നിരുന്നത്. ആളുകൾ ബുദ്ധിമുട്ടിയതിൻ്റെ കണക്കില്ല. പട്ടാമ്പി ടൗൺ ആണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, പട്ടാമ്പി ടൗണിൽ ബ്ലോക്ക് ഒഴിഞ്ഞ നേരമില്ല. മിക്കവാറും പട്ടാമ്പി മൊത്തം ബ്ലോക്കാണ്. പിന്നെ ഒരു വഴി ഉണ്ടായിരുന്നു, ഇതാണ്. ഈ വഴിയും ഫുള്ളായി ബ്ലോക്കായി കിടക്കുകയാണ്. ഒരു ആംബുലൻസ് വന്നാൽ പോലും ഒരു രക്ഷയില്ല. പട്ടാമ്പിയിലാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒന്ന് എങ്ങനെയും ബ്ലോക്ക് ഒഴിവാക്കി കൊടുക്കാം. ഇവിടെ ഒരു വഴിയുമില്ല. റോഡ് പണിയുന്നതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ 2 മെയിൻ റോഡും ഒരേ ഭാഗത്തേക്ക് പോകുന്ന 2 മെയിൻ റോഡുകൾ ഒരേ സമയം അടച്ച് ഇട്ടിട്ട് ഇങ്ങനെ വർക്ക് ചെയ്യുന്ന റോഡ്, സത്യം പറഞ്ഞാൽ അത് നല്ലൊരു കാര്യമല്ല. PWD ഉദ്യോഗസ്ഥന്മാർ അതൊന്ന് ഏകോപിച്ച് ചെയ്യേണ്ടതല്ലേ. 2 റോഡുകൾ ഒരേ സമയം അടച്ചിട്ടാണ് പറയുന്നത്. പട്ടാമ്പി മെയിൻ റോഡ് 1 സൈഡ് ഓപ്പൺ ചെയ്തിട്ടെങ്കിലും വർക്ക് ചെയ്യാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ ലെയറായിരുന്നു അവിടുത്തെ വർക്ക് നടന്നിരുന്നത്. ഒരു സിംഗിൾ ലൈനെങ്കിലും ഓപ്പൺ ചെയ്തിട്ട് സുഖമായിട്ട് വർക്ക് ചെയ്യാവുന്നതായിരുന്നു. എന്നിട്ട് അതും ഫുള്ളായിട്ട് കംപ്ലീറ്റ് ക്ലോസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്തിരുന്നത്. ഈ റോഡ് ഇവിടെ നമ്മുടെ ഈ റോഡ് ബ്ലോക്ക്, അപ്പുറത്തെ റോഡും ബ്ലോക്ക്. ആളുകൾ എത്രമാത്രം ബുദ്ധിമുട്ടിയിട്ടുണ്ടാവുമെന്ന് ഉദ്യോഗസ്ഥന്മാർക്ക് ഒരു ഐഡിയ ഇല്ല. അവർക്ക് അവിടെ ഇരുന്ന് പറഞ്ഞാൽ മാത്രം മതി. ഞാനും അതിലൊരാളാണ്, ബുദ്ധിമുട്ടിയതിൽ ഒരാളാണ് ഞാനും. അതാണ് ഞാനിപ്പോൾ ഇത് പറയുന്നത്. ഇപ്പോഴും നമ്മുടെ ആറങ്ങോട്ടുകര ചെറുതുരുത്തി റോഡ് അടവാണ്. പട്ടാമ്പി നല്ല ബ്ലോക്കാണ്. ഉദ്യോഗസ്ഥന്മാരൊന്ന് കണ്ണ് തുറന്ന് കാണണം. പിന്നെ നമ്മുടെ MLA-മാർക്കും അതിലൊന്ന് ഇടപെടുകയൊക്കെ ചെയ്യാം. ഒരേ സമയം ഇങ്ങനെ ചെയ്യരുതെന്നുള്ളത് കർശനമായിട്ട് പറയാം. MLA-മാർക്കും പറയാം. അവരും ഇതൊക്കെ കാണുന്നല്ലേ, അവർ റോഡ് കൂടെ സഞ്ചരിക്കുന്നതല്ലേ. അപ്പോൾ MLA-മാരും ഒന്ന് ഇതിൽ ഇടപെടണം. ഇന്നിപ്പോൾ നാളെ വിഷുവാണ്. ഇനിയിപ്പോൾ അതിൻ്റെ തിരക്ക് പട്ടാമ്പി ടൗണിലുണ്ടാവും. ഒന്ന് ജസ്റ്റ് ഒന്ന് ആറങ്ങോട്ടുള്ളവർക്ക് ഷൊർണ്ണൂർ പോകാൻ വഴിയുണ്ട്. പക്ഷേ ഈ ദൂരയാത്ര ഉള്ള പാലക്കാട് നിന്ന് ഗുരുവായൂർക്കും ഒക്കെ പോകുന്നവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. നമുക്കിപ്പോൾ ഇവിടുത്തെ വഴികളും കാര്യങ്ങളൊക്കെ ഷോർട്ട് കട്ടുകളൊക്കെ അറിയാം. പക്ഷേ അവരൊക്കെ സ്ഥിതി ഒന്ന് ആലോചിക്കണം. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. അപ്പോൾ ഓക്കെ, അടുത്തൊരു